ഒന്ന് പോകാമെന്ന് പറഞ്ഞിട്ട് പോയ സമയത്ത് എൻ്റെ മാമനും അമ്മയും ഉണ്ട്. അവരെ ഞങ്ങൾ അങ്ങോട്ട് ക്ഷണിച്ചു. ഇതിന് മുന്നേ മാമൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ അങ്ങോട്ട് ക്ഷണിച്ചു. ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കും അടിപൊളി ഫുഡൊക്കെ ഉണ്ടാക്കി. നല്ല കപ്പ വേവിച്ചതും ബീഫ് കറി, ചോറ്, മീൻകറി, സാമ്പാർ എന്നും വേണ്ട പലഹാരമൊക്കെ ഉണ്ടാക്കി നല്ല സെറ്റപ്പിൽ ചെന്ന് ഞങ്ങൾ രാവിലത്തെ ഫുഡ് കഴിച്ചു. ഉച്ചക്കത്തെ ഫുഡ് കഴിച്ച് നല്ല സന്തോഷം അടിച്ച് നല്ല തിമിർത്ത് തകർത്തിരുന്നു. അത് കഴിഞ്ഞ് ഒരു 2 മണി 3 മണി അങ്ങോട്ട് കഴിയുമ്പോഴത്തേക്കും മാമിയുടെ സ്വഭാവം അങ്ങോട്ട് മാറി. ഒരു പ്രത്യേക മൈൻഡിലോട്ട് മാമി അങ്ങോട്ട് മാറി. അപ്പോൾ 2 മണി 3 മണി 5 മണിയോട് അടുത്തപ്പോൾ മാമി എന്ത് ചെയ്തു, ഇട്ടുന്ന ഡ്രസ്സൊക്കെ കൂരി അങ്ങ് മാറ്റി വെച്ചും പറഞ്ഞ് കീറിയത്, കഷം കീറിയത്, മൂടി കീറിയത്, ഇവിടെ കീറിയതൊക്കെ ഇട്ട് നൈറ്റി എടുത്തിട്ട് കമ്മലും മാലയെല്ലാം അങ്ങോട്ട് ഊരി വെച്ച്, കമ്മലും മാലയെല്ലാം ഊരി വെച്ചിട്ട് നമ്മൾ മുടിയൊക്കെ കയറ്റി അമ്മച്ചിക്കെട്ട് കെട്ടുമ്പോൾ ഇതിങ്ങനെ കെട്ടിയൊക്കെ വെച്ച് ഫുൾ സെറ്റപ്പ് ചെയ്തു. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഏഷ്യയിലൊക്കെ ഏതാണ്ട് ഒരു ബുദ്ധിമുട്ട് പോയി. അപ്പോൾ ചേട്ടാ എനിക്ക് തോന്നി ചേച്ചി, ഇത് നിൻ്റെ മാമി എന്നെ വൃത്തികേടാണ് ഈ കാണിക്കുന്നത്. ഇത്ര നേരം മര്യാദയ്ക്ക് അവർ ഒരുങ്ങി നല്ല വൃത്തിയായിട്ടിരുന്നല്ലേ ഇവർ കണ്ട് ഈ കാണിക്കുന്നത്. ഞാനൊരാൾ ഇവിടെ ഉണ്ടെന്ന് വേണം ചിന്ത വേണ്ടേ, ചെന്ന് മര്യാദയ്ക്ക് പറഞ്ഞാൽ അവിടെ ഡ്രസ്സ് മാറ്റിയിടാൻ പറയടി എന്ന് പറഞ്ഞു. മാമൻ കള്ളും കുടിച്ച് 4 കാലം അടിച്ച് കോൺ തെറ്റി ഇങ്ങോട്ട് വന്ന് എന്നെ എടുത്തിട്ട് അലക്കുന്ന സമയത്ത് നൈറ്റ് കീറിപ്പോകാതിരിക്കാൻ വേണ്ടി വർക്കിംഗ് ഡ്രസ്സ് ഇട്ട് നിൽക്കുന്നതാണെന്ന്. ഇടി മേടിക്കാനായിട്ട് വർക്കിംഗ് ഡ്രസ്സ് വരെ ഇട്ട് ഇടി മേടിക്കുന്ന അമ്മായിയുള്ള ഫാമിലിയിൽപ്പെട്ട ആളാണ് ഞാൻ.